വ്യക്തിജീവിതത്തിലെ കാര്യങ്ങളെക്കുറിച്ച് വിമർശനങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകാറുണ്ട് രേണുസുതി. ഉദ്ഘാടനങ്ങളും ഷൂട്ടിങ്ങുമായൊക്കെ സജീവമാണ് രേണു. പരിപാടിയൊക്കെ കണ്ടു തുടങ്ങിയ ശിഷ്ടം തോന്നി പിന്നീട് പ്രണയമായി മാറുകയായിരുന്നു. ഇഷ്ടം പറഞ്ഞപ്പോൾ ആദ്യം സുധിച്ചേട്ടൻ നോ പറഞ്ഞിരുന്നു. മകനെ കാര്യങ്ങളെക്കുറിച്ചായിരുന്നു പറഞ്ഞത്. എൻ്റെ ഇഷ്ടം സത്യസന്ധമാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഞങ്ങൾ ഒന്നായത്. സന്തോഷത്തോടായിരുന്നു മുന്നോട്ട് പോയത്. സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഞങ്ങൾ സന്തോഷത്തോടെ നിർത്തുമായിരുന്നു അദ്ദേഹം. ഷൂട്ടില്ലാത്ത സമയത്ത് പുറത്തൊക്കെ പോകാറുണ്ട്. വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ടായിരുന്നു. ഇന്നും അദ്ദേഹത്തെ ഓർത്ത് തന്നെയാണ് ഞാൻ ജീവിക്കുന്നതെന്ന് രേണു പറഞ്ഞു. സുധിയുടെ വിയോഗശേഷമാണ് പലതരത്തിലുള്ള വിമർശനങ്ങളാണ് രേണു നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചുമൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. ഒരു പുരുഷനെ കിട്ടാത്തത് കൊണ്ട് രേണു ഇപ്പോൾ ലവ് എന്ന കമന്റുകളൊക്കെ വരുന്നുണ്ട്. ഞാൻ ലവ് അങ്ങനെയാണെങ്കിൽ ഞാനിത് തുറന്നു പറയും. എനിക്കതിലൊരു അതിനൊരു മടിയുമില്ല. ബൈ ആണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. മാനേജർ എന്ന് പറയുന്നത് എനിക്ക് അഭിമാനമാണ്. എൻ്റെ ഓരോ കാര്യങ്ങളും ഉറക്കമിളച്ചാണെങ്കിലും ഞാൻ കാര്യങ്ങൾ ചെയ്യും. ഞാനിപ്പോൾ യാത്രയിലാണെങ്കിൽ ആ സമയത്ത് ഉറക്കമുളച്ചിരുന്നാണെങ്കിലും എല്ലാം ചെയ്തു തരും. എന്നുള്ള ആത്മാർത്ഥത കൊണ്ടാണ് ഞാനിപ്പോഴും എൻ്റെ മാനേജർ കരിഷ്മയെക്കുറിച്ച് പറയാറുണ്ട്. മാനേജർ മാത്രമല്ല എൻ്റെ സഹോദരി കൂടിയാണ്. ഞാനൊരിക്കലും ലഭിസീനെ കുറ്റം പറയില്ല. ഓരോരുത്തരുടെയും ഇഷ്ടമല്ലേ. മുന്നോട്ടുള്ള ജീവിതത്തിൽ അങ്ങനെയായാൽ ഞാൻ എന്തായാലും തുറന്നും പറയുമായിരിക്കും എന്നാണ് രേണുവിൻ്റെ മറുപടി.